جنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും സ്വർഗത്തിൻ്റെ അവകാശികളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട് അവനിഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്ത് അവൻ്റെ പൊരുത്തത്തോടുകൂടി ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് അടുക്കുകയാണ്. വളരെ വേഗത്തിലാണ് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം എക്സ്പയർ ആകുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണിതെല്ലാം. വളരെ പെട്ടെന്ന് തന്നെ ഈ ലോകം നശിക്കുകയും ജനങ്ങൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പും കാലാകാലം നീണ്ടു നിൽക്കേണ്ട ഒരു ചോദ്യം, അതിന് മറുപടിയും, പിന്നീട് അവിടങ്ങോട്ടുള്ള ഒന്നുകിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ, ഈ രണ്ടാലൊരു ജീവിതത്തിലേക്ക് പോകേണ്ടതിൻ്റെ തുടക്കങ്ങളാണ് നമ്മളിപ്പോൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പല അത്ഭുതങ്ങളും സംഭവങ്ങളുമെല്ലാം. അതിൻ്റെ തെളിവുകളാണ് യുദ്ധങ്ങൾ നടക്കുക, പരസ്പരം തമ്മിൽ അടിക്കുക, മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുക, പള്ളികളിൽ പ്രശ്നങ്ങൾ, മെഹ്റാബിൽ പ്രശ്നങ്ങൾ, ഉലമാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള ഉദാഹരണങ്ങളെല്ലാം ഇസ്ലാമിക ശരീഅത്തിനെ ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും താല്പര്യം കാണിക്കാത്ത മുസ്ലിം സമുദായങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു അടയാളങ്ങളെല്ലാം ഈ ലോകം അസ്തമിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. പിന്നീട് നമ്മൾ ആ സമയത്ത് മരണപ്പെട്ട് നമ്മുടെ ജീവിതം മുഴുവനെ ദുനിയാവിൽ ചെലവാക്കി മരണശേഷം അള്ളാൻ്റെ അടുക്കൽ പോയിട്ട് കയ്യും കാലും പിടിച്ചിട്ട് നമുക്ക് യാതൊരു രക്ഷയും അവിടെ ഉണ്ടാവില്ല. നമ്മൾ പ്രവർത്തിച്ചത് തന്നെയായിരിക്കും നമുക്ക് അവിടെ അതിനെ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുക, അതിൻ്റെ വിളവെടുക്കാൻ പറ്റുക. ഇവിടെ കൊയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിളകൾ അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ റമളാനും മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഒരുപാട് ഓർമ്മകളും ഒരുപാട് ജനങ്ങളെ ഉപദേശിക്കലും ഒക്കെ നടത്താറുണ്ട്. അതുകൊണ്ട് റജബ് ഇപ്പോൾ തീരാൻ പോവുകയാണ്. അതിൻ്റെ അവസാന വെള്ളിയാഴ്ചയിലൂടെ റജബ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അടുത്ത ഷഅബാനാണ്, പിന്നെ ഒരു മാസമേ ഉള്ളൂ റമളാനിലേക്ക്. ഈ ഉത്ബോധനങ്ങളും പ്രബോധനങ്ങളും ഒരുപക്ഷെ റമളാനിന് വേണ്ടിയോ അല്ലെങ്കിൽ ഷഅബാനിന് വേണ്ടിയോ റജബിന് വേണ്ടിയോ മാത്രമല്ല, വളരെ പ്രിയപ്പെട്ട ദിവസങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഊന്നൽ നൽകുകയാണ്. ആഖിറത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരു ഒരുക്കം, ആഖിറത്തിലെ യാത്രയ്ക്ക് ഒരു ഒരുക്കത്തിന് ഊന്നൽ നൽകാനാണ് ഈ ദിവസങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ ഇപ്പോൾ റമളാനോടുകൂടി നിങ്ങളെല്ലാം അമൽ ചെയ്ത് തീർത്തിന് റമളാൻ കഴിഞ്ഞിട്ട് പഴയ പടിയിലേക്ക് പോകൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇത്ര നാളും താന്തോന്നികളായി ജീവിച്ചു, ഇനിയെങ്കിലും നിങ്ങൾ നല്ലതിലേക്ക് വാ എന്നല്ല അതിൻ്റെ അർത്ഥം. എക്കാലവും മരണം വരെ ഒരു മുസ്ലിമായ വ്യക്തി അവൻ്റെ ജീവിത ശൈലി അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ഊന്നലുകളാണ് ഇതേപോലുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇസ്ലാം നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. അതിൽപ്പെട്ടതാണ് റജബ്, ഷഅബാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസം വന്നപ്പോൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം, റജബിൽ ഷഅബാനിൽ ബർക്കത്ത് ചെയ്യണം, റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചേരണം. കാരണം ഒരു റമളാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ഒരാൾക്കത് ലഭിച്ചാൽ അത് കിട്ടാൻ നീ തൗഫീഖ് ചെയ്യണേ എന്നുള്ളതാണ് ആ ഒരു വിളി.
പക്ഷെ നമ്മളൊക്കെ അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വിചിന്തനം നടത്തുന്നതിനാണ് നമ്മൾ നിങ്ങളോട് ഉപദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആഖിറത്തിലേക്കുള്ള ഭക്ഷണം ഒരുക്കി വെക്കണം എല്ലാവരും. ആഖിറത്തിലേക്കുള്ള ഭക്ഷണം. നമ്മൾ എവിടെ ഒരു യാത്ര പോയാലും നമ്മൾ ഭക്ഷണവും കൊണ്ടാണ് യാത്ര ചെയ്യാറുള്ളത്. ഒരു യാത്ര പോകുമ്പോൾ ഭക്ഷണം കൊണ്ട് പോകും. ഇല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെയാണോ ഹോട്ടൽ അല്ലെങ്കിൽ ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം, അവിടേക്ക് നമ്മൾ പോയി ആശ്രയിച്ച് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമ്മുടെ യാത്ര. وَتَزَوَّدُوا فَإِنَّ خَيْرَ الزَّادِ التَّقْوَى وَاتَّقُونِ يَا أُولِي الْأَلْبَابِ. അപ്പം നേരെ അള്ളാഹുവിലേക്ക് പോകുന്നതിനുള്ള ഒരു യാത്ര തയ്യാറെടുപ്പുകൾ നടത്തണം. അതിന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അർബഉം മിൻ സാദിൽ ആഖിറ. ആഖിറത്തിൻ്റെ ഭക്ഷണം 4 4 പൊതിച്ചോറാണ് ആഖിറത്തിലേക്കുള്ള ഭക്ഷണം. അത് 4 പൊതി നിങ്ങൾ തയ്യാറാക്കണം. അതിലൊന്ന് വസ്സൗം, നോമ്പാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ സിഹത്തുൻ നഫ്സ്, തൻ്റെ ശരീരത്തെ നന്നാക്കിയെടുക്കും, മെച്ചപ്പെടുത്തിയെടുക്കും. ബാഹ്യത്തിൽ നമ്മളൊന്നും കഴിക്കുന്നില്ല എങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് ഉണർവേകുന്ന ഒരു കർമ്മമാണ് നോമ്പ്. അത് അള്ളാഹുവിലേക്കുള്ള ഒരു ഭക്ഷണം പൊതിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റജബ് ശഅബാനിലൊക്കെ നോമ്പെടുക്കുന്നത്. നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ട് എടുക്കണമെന്നില്ല. നമുക്ക് കഴിവുള്ള സമയങ്ങളിൽ നമ്മൾ നോമ്പെടുക്കും. അതേപോലെ നമ്മുടെ ഭാര്യമാരോട് പറ, പെൺമക്കളോട് പറ, അവർക്ക് ഖളാ ആയി പോയ നോമ്പ്, കഴിഞ്ഞ വർഷം നമുക്ക് ഖളാ ആയി നഷ്ടപ്പെട്ടു പോയ നോമ്പ്, അത് വീണ്ടെടുക്കാനുള്ള അസുലഭ നിമിഷങ്ങളാണിത്. ഈ സമയം നിങ്ങൾ നോമ്പെടുത്ത് അത് ഖളാ വീട്ട് അള്ളാഹുവിനോട് കൂടുതൽ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നോമ്പ് സിഹത്തുൻ നഫ്സ്, തൻ്റെ ആത്മാവിനെ ശുദ്ധിയാക്കുക മാത്രമല്ല ശാരീരികമായ ആരോഗ്യം നിലനിർത്തുന്ന ഒരു ഭക്ഷണമാണ് നോമ്പ്. രണ്ടാമത് വസ്സദഖത്തു, സദഖ. സദഖ എന്ന് പറയുന്നത് സത്റു മാ ബൈനഹു വ ബൈനന്നാർ. ഒരു മനുഷ്യനെയും നരകത്തെയും ഇടയിൽ വേർതിരിച്ച് മാറ്റുന്ന ഒരു കർമ്മമാണ് സദഖ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബക്കാരോട് പോലും പറഞ്ഞത്, ഇത്തഖി അന്നാറ ബിശഖി തംർ. ഒരു ചെറിയ ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും മോളെ നീ നരകത്തെ സൂക്ഷിക്കണമെന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം നരകത്തിന് മറയാണ് നമ്മൾ ചെയ്യുന്ന സദഖാത്തുകൾ. സദഖകൾ ചെയ്യണം, അതിന് നമ്മൾ പിശുക്ക് കാണിക്കരുത്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് സദഖ ചെയ്യുന്നത്, നമ്മുടെ നഫ്സിന് വേണ്ടിയാണ്. നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് അയാളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് നീ കരുതരുത്. നമ്മളൊരാൾക്ക് ഒരു 50,000 സദഖ ചെയ്യുന്നു, ഒരു 10,000 സദഖ ചെയ്യുന്നു, അത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അവൻ്റെ രോഗം മാറാനാണ്, അവൻ്റെ വീട് വെക്കാനാണ് എന്ന് കരുതണ്ട. നിനക്ക് വേണ്ടിയാണത്, നിനക്ക് വേണ്ടിയാണ്. നമ്മളെ ഹോസ്പിറ്റലിൽ പോയി രോഗം ചികിത്സിക്കുന്നു, ചികിത്സിച്ചിട്ട് ബില്ല് അവർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ ഫായിദ? എനിക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടി, അതിന് അവർ പണിയെടുത്തു, എനിക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടി, അതിന് ബദലായിട്ട് ഞാൻ പൈസ കൊടുക്കുന്നു. അപ്പം ഈ പൈസ ആർക്കുള്ളതാണ്? പൈസ ഉണ്ടെങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. ഈ പൈസ ഇല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റുമോ? അപ്പോൾ സദഖത്തു എന്ന് പറയുന്നത്, സദഖ എന്ന് പറയുന്നത് സത്റു മാ ബൈനഹു വ ബൈനന്നാർ, നരകത്തെയും അവനെയും വേർതിരിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് സദഖ. വേണമെങ്കിൽ ചെയ്തോളി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സദഖകൾ ചെയ്തോളി. മൂന്നാമത് വസ്സലാത്തു, ആഖിറത്തിലേക്കുള്ള പൊതിച്ചോറാണ്. ആഖിറത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട പൊതിച്ചോർ. മൂന്നാമത് വസ്സലാത്തു, അത് നമസ്കാരമാണ്. നമസ്കാരം തുഖർറിബുൽ അബ്ദ ഇലാ റബ്ബിഹി. ഈ നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉപയോഗപ്പെടുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. അസ്വലാത്ത്, സ്വലാത്ത് എന്നാണ് അറബിയിൽ നമസ്കാരത്തെ കുറിച്ച് പറയാ. ഈ നമസ്കാരം അസ്വല എന്ന് പറഞ്ഞാൽ സിലത്തുൻ ബൈനഹു വ ബൈന റബ്ബിഹി, അവനെയും അള്ളാഹുവിനെയും അടുപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന, യോജിപ്പിക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം.
അപ്പോൾ നമസ്കാരം ഇല്ല എങ്കിൽ ഇവനും അള്ളാഹുമായി കണക്ഷൻ ഇല്ല എന്നർത്ഥം. അവൻ റീചാർജ് ചെയ്യാത്തിടത്തോളം അവനും അള്ളാഹുവായിട്ടുള്ള ആ ലൈൻ കട്ടായി കിടക്കുകയാണ്. അതാണ് നിസ്കാരം. അസ്സലത്തുൻ ബൈനഹു വബൈന റബ്ബിഹി, അവനെയും അള്ളാഹുവിനെയും കൂടെ തമ്മിൽ യോജിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. നമസ്കാരം ഇല്ലാത്തവന് അള്ളാഹുമായി ബന്ധമില്ല. അള്ളാഹുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഇവനെ ആഖിറത്തിൽ അള്ളാഹ് പരിഗണിക്കൂല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ നമസ്കാരം നമുക്ക് നിർബന്ധാക്കിയ മാസമാണിത്. ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകിയ ആ നമസ്കാരം ഈ ഉമ്മത്തികളായ നമ്മുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയെങ്കിൽ ആ അള്ളാഹുമായുള്ള ആത്മബന്ധം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് പരിശുദ്ധമായ നമസ്കാരം. നിസ്കാരം ഇല്ലാത്തവന് അള്ളാഹുമായിട്ട് ബന്ധമില്ല, അത് മനസ്സിലാക്കിക്കോളി. നാലാമത്തെ ഭക്ഷണം കരയണം. കരയണം. തംഹുൽ ഖതീഅ. നമ്മൾ നൂറുകണക്കിന് തെറ്റുകൾ ചെയ്ത് നടക്കുന്നവരാണ്. ജസ്റ്റ് നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഓർത്തിട്ട് പടച്ചവനെ ഒരുപാട് ലുൽമ് ഞാൻ എൻ്റെ നഫ്സിനോട് ചെയ്തിട്ടുണ്ട്, ജനങ്ങളോട് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരോട് ചെയ്തിട്ടുണ്ട്, എൻ്റെ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട്, അയൽവക്കക്കാരോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണം എന്നുള്ള ചിന്തയോടുകൂടി കണ്ണ് ഈറനണിയണം. ആഖിറത്തിൽ എന്നെ നീ പിടിച്ചു നിർത്തുമ്പോൾ എനിക്ക് എന്ത് മറുപടിയാണ് അവിടെ പറയാനുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവേ നീ എന്നെ അവിടെ പരാജയപ്പെടുത്തരുത് എന്നുള്ള ചിന്തയോടുകൂടി ഇടയ്ക്ക് ഓർത്തിരുന്ന് കണ്ണ് ഈറനണിയൽ നാലാമതായി ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊതിച്ചോറാണ്, ഭക്ഷണമാണ്. 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ 4 നേരത്തെ ഭക്ഷണമായിട്ട് പോ. ആഖിറത്തിലേക്കുള്ള പ്രയാണത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ 4 കാര്യം. അത് പരിശുദ്ധമായ റജബ് മാസത്തോടുകൂടി നിങ്ങൾ അതൊക്കെ തയ്യാറാക്കിക്കൊള്ളണേ എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു നമുക്ക് താബിഈങ്ങളുടെ നേതാവാണ്, മഹാനവറുകളൊക്കെ നമുക്ക് അറിയിച്ചിരിക്കുകയാണ്. ഈ 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ്, നിർബന്ധമായ കടമയാണ്. ഒഴിച്ചുകൂറ്റാൻ കൂട്ടാൻ പറ്റാത്ത കാര്യമാണ്. ഏതാണ് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല. ഈ 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് 1 നോമ്പ്, 2 സദഖ, 3 നമസ്കാരം, 4 നമ്മുടെ തെറ്റുകൾ ഓർത്ത് കണ്ണ് ഈറനണിയണം. കടങ്ങളെ ഓർത്തിട്ട് കരയലല്ല, വീടില്ലാത്തതിനെ ഓർത്ത് കരയലല്ല, മക്കളില്ലാത്തതിനെ ഓർത്ത് കരയലല്ല. കരയേണ്ടത് അള്ളാഹുവേ പടച്ചവനെ, ഈ ദുനിയാവിൽ എല്ലാവരും എന്നെ ഒറ്റയ്ക്ക് കൊണ്ടാക്കും, ഞാൻ ഒറ്റയ്ക്ക് കിടക്കണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, അന്ന് ആരുണ്ട് എനിക്ക് തുണ, ആരെന്നെ സഹായിക്കാൻ? ഇവിടെ എല്ലാവരും കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് പടച്ചവനെ എന്നെ നീ സഹായിക്കണേ, ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, നീയല്ലാതെ എനിക്ക് ആരുമില്ല. ആ ഒരു ചിന്തയോടുകൂടി കണ്ണ് ഈറനണിയണം. അതിനുള്ള മാസമാണ് റജബുൽ തത്വഹീരിൽ ബദൻ, തൻ്റെ ശരീരശുദ്ധി കലശം ചെയ്യാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിന്നീട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഈ പരിശുദ്ധമായ മാസത്തിൽ കൂടുതൽ ഇബാദത്തിനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. നമ്മൾ ഇബാദത്ത് എന്നൊക്കെ നമ്മൾ പറയും, എല്ലാവരും ഇബാദത്ത് ചെയ്യും, ആരാധിക്കും, അള്ളാഹുവിനെ ആരാധന ഇബാദത്ത്. ഈ ആരാധനയുടെ മർമ്മം എന്താണ്? എന്താണ് മർമ്മം? നമ്മൾ ഓടി വന്ന് നിസ്കരിക്കുന്നു, നമസ്കരിച്ചു, ജുമാ നിസ്കരിച്ച നിസ്കരിച്ചു, ലോർ നിസ്കരിച്ച അസർ നിസ്കരിച്ച നിസ്കരിച്ചു, സുബഹ് നിസ്കരിച്ച നിസ്കരിച്ച്. ഇതിന്റെ കാതൽ വശം എന്താണ്? നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇതിന്റെ കാതൽ വശം എന്താണ്? 3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ കാതലായ വശം 3 കാര്യമാണ്. അതിലൊന്ന് അർ-റജാ, അൽ-ഖൗഫ്, ഖൗഫ്. 2 അർ-റജാ, 3 അൽ-ഹുബ്. ഈ 3 കാര്യം കോർത്തിണക്കപ്പെട്ടതാകണം നമ്മുടെ ഇബാദത്തുകൾ. ഇല്ല എങ്കിൽ ഈ ഇബാദത്തുകൾക്കൊരു മാധുര്യം ഉണ്ടാവൂല. ഈ 3 കാര്യം കോർത്തിണക്കണം. സഹാബാക്കൾ, മഹാന്മാർ, സ്വാലിഹീങ്ങൾ, ഫുഖഹാക്കൾ
താബിഈങ്ങൾ, സലഫുകൾ, ഖലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ഈ ഇബാദത്തിന്റെ മാധുര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യം ഈ ഇബാദത്തിനോടൊപ്പം നിങ്ങൾ കൂട്ടിയിണക്കണം. അതിലൊന്ന് ഖൗഫ്, ഭയം. എപ്പോഴും ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها സാബിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുന്നവരെ കുറിച്ച് പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. എപ്പോഴും അല്ലാഹയെ പേടിച്ച് തലതാഴ്ത്തി വിനയാന്വിതരായി എളിമയോടെ അള്ളാന്റെ മുന്നിൽ സർവവും സമർപ്പിച്ച് കഴിയുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ. അവർക്ക് ആ പേടിയാണ്. നമുക്ക് ഒരാളെ പേടിയുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പേടിച്ച് മോഹമൊക്കെ കുനിച്ച് വളരെ ഒരു ഭവ്യതയോടെ നടന്നു പോകും. പേടി, വളരെ പേടി. അതാണ് അള്ളാഹയെ പേടിക്കുന്നവരാണ് ആ കോലത്തിൽ നടക്കുക. ഔലിയാക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആരോടും അനാവശ്യമായിട്ടോ സാരമായിട്ടോ നിസാരമായിട്ടോ ആവശ്യത്തിന് ഒന്നും സംസാരിക്കാറൊന്നുമില്ല. അവരുടെ സദാസമയം അള്ളാഹുമായുള്ള കൽബിയായ ഒരു ബന്ധമാണ്. ആ ദിക്ർ ഫിക്റിൽ അവരിങ്ങനെ കഴിഞ്ഞുകൂടും. കാരണം എന്താ? എന്തെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് വന്നു പോയാൽ ആഖിറത്തിൽ അത് പിടിച്ചു നിർത്തപ്പെടുമോ എന്ന പേടി അവർക്കുള്ളത് കൊണ്ട് അവരത് സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കഴിഞ്ഞുകൂടുക. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. അവര് അള്ളാഹയെ ഭയപ്പെടുന്നവർ മാത്രമല്ല, വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. പരിശുദ്ധമായ അള്ളാന്റെ ആയത്തുകളിൽ അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്ന സംസാരം പരിപൂർണമായി കേട്ട് പടച്ചവനെ നീ എന്നോട് സംസാരിക്കുകയാണല്ലോ എന്ന് കരുതി അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ്. നമ്മളിവിടെ 100 ആയത്തോതിയാൽ എന്ത് വിശ്വാസം, എന്ത് ഗുണമുണ്ട്? നമ്മളുടെ 10,000 ആയത്തോതിയാൽ എന്താ പ്രയോജനം? ചിന്തിക്കണം. നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകൾ, അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്ന ആയത്തുകൾ, നമ്മളോട് പറയുന്ന ആയത്തുകൾ, അത് കൽബിൽ തളച്ച് നമുക്കതിലൊരു ഭയം ഉണ്ടെങ്കിൽ അവൻ സത്യവിശ്വാസിയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്കാ, അവൻ വിജയിച്ചു, അവൻ പരിശുദ്ധനായി. അള്ളാന്റെ അടുക്കൽ അവന് 100 മാർക്കായി. അതാണ് മഹാന്മാർ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് നമ്മളെ അറിയിക്കുന്നത് ആരായി സ്വാലിഹീങ്ങൾ. അവരുടെ ഭയം എന്താണ്? വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. പരിശുദ്ധമായ ആയത്തുകളെ പരിപൂർണമായി ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹ് പറഞ്ഞതല്ലേ, അള്ളാഹ് പറഞ്ഞതാണല്ലോ, അള്ളാന്റെ വാക്കാണല്ലോ, അവന്റെ സന്ദേശമാണല്ലോ എന്ന ചിന്ത, എന്ന പേടി. നമുക്കിപ്പോൾ ഖുർആൻ ഓതി അർത്ഥം പറഞ്ഞ് അല്ലെങ്കിൽ ഖുർആൻ ഓതി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കല്ലി നമ്മളതങ്ങനെ നിസ്സാരമായിട്ട് തള്ളും. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കൽബിൻ്റെ ഉള്ളിൽ ഈമാൻ കയറിയിട്ടില്ല എന്നർത്ഥം. അതാണ് അർത്ഥം. കൽബിനകത്ത് ഈമാൻ കയറിയിട്ടില്ല. നാവ് കൊണ്ട് നമ്മളൊരു മുസ്ലിം എന്നാണ് അതിൻ്റെ അർത്ഥം. സഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല, താബിഈങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഒരു കാരണവശാലും അള്ളാഹ്ക്ക് എതിരെ ശിർക്ക് ചെയ്യാത്തവരാണ്. എന്തെല്ലാം പ്രതിബിംബങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ആരാധനക്കർഹൻ അള്ളാഹുവാണ്. അവനില്ലാതെ ഒരു ഇലാഹില്ല. അവനെ കൊണ്ടല്ലാതെ ഒരു കാര്യവും ലോകത്ത് നടക്കൂല. എന്ത് ഖൈറ് ഷർറ് വന്നാലും പടച്ചവന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹുലേക്കാണ് സകലവും സമർപ്പിക്കേണ്ടത് എന്ന പരിപൂർണമായ ഈമാനിക വിശ്വാസത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ആ ഖുർആനിനെയും അള്ളാഹുവിനെയും അംഗീകരിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. യഥാർത്ഥ വിശ്വാസികൾ. എന്ത് പ്രശ്നം വന്നാലും അള്ളാഹയെ വിട്ടുള്ള കളിയില്ല. ഇതിങ്ങനെയാണോ തീരുമാനം? ഇത് അള്ളാന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ശിർക്ക് വയ്ക്കൂല.
പക്ഷെ നമ്മളൊക്കെ ഇന്ന് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. നമ്മൾ കൂടുതൽ ഇന്ന് ഇബാദത്ത് ചെയ്യും വിശ്വാസികളാണ്, പക്ഷേ നമ്മുടെ 60% നമ്മുടെ പ്രവൃത്തി ചിലപ്പോൾ ഷിർക്കിലേക്ക് പോകും. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. ചിന്തിച്ചു നോക്കിയാൽ മതി എങ്ങനെയാ പോകുന്നതെന്നൊക്കെ. വമാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. നമ്മൾ അള്ളാന്റെ സാമീപ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലയിടത്തൊക്കെ പോയിട്ട് കമന്ന് വീഴുന്നത്. ഇത് അള്ളാന്റെ സാമീപ്യം കിട്ടും എന്നൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് സുജൂദ് ചെയ്ത്, അവിടെ പോയി കമന്ന് വീണ്, അവിടെ പോയി തൊട്ട് നക്കി, അവിടെ പോയി തിരിയും കത്തിച്ച്, അവിടെ ആ മരത്തിന് ചുമ്മാ ചുറ്റിയിട്ട് ഇതൊക്കെ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ചിന്തയോടുകൂടിയാണ്. ഇതൊക്കെ വേസ്റ്റ് ആണെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് കടക്കാൻ അങ്ങനെ ആ വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇത് അള്ളാഹു തന്നെ പറയുന്ന കാര്യമാണ്. നേരായ വഴിയിലേക്ക് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം. അതാണ് പടച്ചോൻ പറയുന്നത്, വമാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹ് പറയുന്ന വാക്കാണിത്, പരിശുദ്ധ ഖുർആനാണിത്. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്, അള്ളാഹെ ആരാധിക്കാനാണ് വന്നത്, അള്ളാഹുവിലേക്ക് അടുക്കാനാണ് വന്നത് എന്നൊക്കെ നമ്മൾ പറയും. ഇത് ഖുർആന്റെ വാക്കാണ്. അതുകൊണ്ട് ഈമാൻ നമ്മൾ ശരിയാക്കിക്കൊള്ളുക. ഇബാദത്തിന്റെ വിഷയത്തിൽ ഷിർക്കിന്റെ അംശം വന്നുപോയാൽ ആഖിറത്തിൽ അള്ളാഹെ കണ്ടുമുട്ടാൻ പറ്റൂല. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഒരു കാരണവശാലും അള്ളാഹുവിനെ കാണണമെന്ന് കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ അവരുടെ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കരുത്. ഒരു കാര്യത്തിലും അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചുള്ള സത്യവിശ്വാസികളുടെ വിശേഷണം അള്ളാഹെ ഭയപ്പെട്ട് ഇബാദത്ത് എടുക്കുന്നവരുടെ വിശേഷണങ്ങളായി ഖുർആനിൽ പറഞ്ഞത്. പിന്നീട് അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നു, വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ല സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ പടച്ചവനെ നീ ഇത് സ്വീകരിക്കുവോ അല്ലാ, നീ ഇത് സ്വീകരിച്ചിട്ടുണ്ടോ അല്ലാ എന്ന് അവരുടെ കൽബ് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുമത്രേ. ഇന്നൊരു 500 രൂപ കൊടുത്ത 150 ഫോട്ടോ ആണ് എടുക്കുക, 50,000 വാട്സപ്പിലൂടെ അങ്ങോട്ട് പറഞ്ഞു വിടും. ഒരു പൊതിക്കെട്ട് കൊടുത്താൽ 1000കണക്കിന് ഫോട്ടോ എടുത്ത് അവന്റെ കയ്യടി വാങ്ങാൻ ലോകത്ത് മൊത്തവും അത് പ്രചരിപ്പിക്കും. അവർക്കത് സ്വീകരിച്ചോ അതല്ല തള്ളപ്പെട്ടോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ലോകത്തിന്റെ കയ്യടി വാങ്ങലാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ സാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, സ്വഹാബാക്കൾ അവർ അള്ളാന്റെ മാർഗത്തിൽ വല്ലതും ചെയ്താൽ, വല്ല സദഖകൾ കൊടുത്താൽ അള്ളാഹ് അവർക്ക് കൊടുത്തതിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് മാറ്റിവെച്ചാൽ വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയം പിടയ്ക്കും, റബ്ബേ ഇത് നീ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അതാണ് അവരുടെ ഫിക്ർ. ഇതങ്ങനല്ല. ഇതെല്ലാം കൊടുത്തിട്ട് 50 കിറ്റ് കൊടുത്തിട്ട് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്, ആളുണ്ട്, കൊള്ളായിരുന്നല്ലേ, ഉഷാറായിരുന്നില്ലേ, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പർ, ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും എങ്ങനെ, എല്ലാവരും ഉണ്ട്, എല്ലാം നല്ല ആളായിരുന്നു, എല്ലാവരും എല്ലാവരും കിട്ടി, 2000 കിറ്റ് എല്ലാവരും കിട്ടി, കിറ്റും കിട്ടി. ആ കിറ്റോട് കൂടി നീയും പോയി. ആകൃതി ഒരു കിറ്റും കിട്ടൂല, കവർ മാത്രം കാണാം, അതിനകത്തൊന്നും കാണൂല. ഖുർആന്റെ വാക്കാണ്, ഞാൻ പറഞ്ഞ വാക്കല്ല. നമ്മൾ അങ്ങനെയല്ലേ ഏത് കാര്യവും പറയാൻ അങ്ങോട്ട് പൊട്ടി കിട്ടി വിട്ടു കൊടുക്കണം. വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിലേക്ക് മടക്കണം, അവനിലേക്കാണ് മടങ്ങേണ്ടതെന്നുള്ളൊരു ചിന്ത കൊണ്ട് ഇവർക്ക് വല്ലാണ്ട് പേടിയാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. ഇവരാണ് നന്മയിലേക്ക് ധൃതി കൂട്ടി വന്നവർ, അവരാണ് മുൻ കടന്നവരും, അവർക്കാണ് അള്ളാന്റെ അടുക്കൽ സ്ഥാനവും. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അല്ലാഹ് അത് പേടിച്ചിട്ട്, അള്ളാഹയെ പേടിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണിത്. ഇത് ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഒരു ഹദീസ് പോലും ഇല്ല, ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അല്ലാഹു അക്ബർ. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആഖിറത്തിന് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ് കാണുന്നുണ്ട്,
അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എനിക്ക് ഒരു ഗുണം കിട്ടണം എന്നുള്ള ഭയത്തോടു കൂടി പ്രവർത്തിക്കുക. അതിനാണ് ഖൗഫ്. അതാണ് ഖൗഫ്. ആ ഖൗഫോടുകൂടി നമ്മൾ അള്ളാഹ് അടുത്ത് പ്രവർത്തിക്കണം. അള്ളാഹ് കാണുന്നുണ്ട്, നമുക്കിതിന് പരിഹാരം കാണും, അല്ലെങ്കിൽ അള്ളാഹു ഇതിനെ ശിക്ഷിക്കും എന്നുള്ള ആ ഒരു ചിന്ത. അവരാണ് മുൻകടന്നവർ, അവരുടെ പ്രവൃത്തി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുള്ളൂ. അതല്ലേ, അള്ളാഹു നന്മ ചെയ്യാൻ തോഫിക്കട്ടെ. അപ്പൊ ഒന്ന് ഖൗഫാണ്, ഖൗഫ്. രണ്ടാമത് റജാ. അതിങ്ങനെ ആഗ്രഹം ഉണ്ടാകണം. പടച്ചവനെ, എനിക്ക് സ്വർഗത്തിലെത്തണം, എനിക്ക് കുറച്ച് നിസ്കരിക്കണം, എനിക്ക് തൗബ ചെയ്യണം, എനിക്ക് ഒരു അമൽ ചെയ്യണം, എനിക്ക് ഒരു ഇബാദത്ത് എടുക്കണം, എനിക്ക് അള്ളാഹുവിനെ കൂടുതൽ അടുക്കണം. ഒരു റജ, ഒരാഗ്രഹം. എല്ലാത്തിനും അങ്ങനെയാണല്ലോ. إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സാരിഉ, സുറാ സുറാ, യാ അല്ലാഹ് സുറാ സുറാ എന്നൊക്കെ പറയില്ല, ധൃതി പിടിച്ച് പെട്ടെന്ന് പോ. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാന്റെ ഭാഗത്തിലേക്ക് മഗ്ഫിറത്തിന് വേണ്ടി ഓടണേ. ധൃതി പിടിക്കുക, താമസിപ്പിക്കരുത്. തൗബ ചെയ്യാൻ സുറാ, വേഗം സുറാ ഓടിപ്പോകണം. നമ്മളിപ്പോൾ കാർ ഓടിച്ചു പോകുമ്പം അവിടെ ഹഫിഫി സുറാ, ഇച്ചിരി ഓട്ടം കുറയ്ക്കും, മിതത്വം. ഹമ്പുണ്ട്, അവിടെ കുറച്ച് ബ്ലോക്കുള്ള സ്ഥലമാണ്, സ്കൂളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കഴി വെച്ചിരിക്കും സുറ ഹഫിഫി സുറ, കുറച്ച് പതുക്കെ പോ. ഇത് വണ്ടി ഓടിക്കുന്നതിനാണ്. പക്ഷെ ഇതല്ല, തൗബ, മഗ്ഫിറത്ത്. ഇതിന് ഖഫൂഫത്തില്ല, ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല. ഇവിടെ സുറാ സുറ വളരെ വേഗത്തിൽ അല്ലാഹുവിലേക്ക് എടുക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഖുർആന്റെ ഉപദേശമാണ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ധൃതി കൂട്ടി അല്ലാഹുവിലേക്ക് അടുക്കണേ. ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ സ്വഹാബാക്കളെ ഒരുമിച്ച് കൂട്ടുകയാണ്. എല്ലാവരും സ്വഹാബാക്കളൊക്കെ ബദറിൽ ഒരുമിച്ച് കൂടുന്നു, എല്ലാവരും എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഖദ്ദിമന്ന അഹദും മിൻകും ഇലാ ഷൈഇൻ ഹത്താ അകൂന അദ്നാ മിൻ. ഞാൻ മുന്നിൽ പോകാതെ ആരും എന്നെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോരുത്. യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മുന്നിൽ നിൽക്കും. എന്താ നേതാവാ, പഠിപ്പിച്ചോട്. ഇവിടെ നേതാക്കന്മാരൊക്കെ റൂമിൽ ഇരുന്ന് കൊട്ടേഷൻ വിടും. പാവപ്പെട്ടവൻ അവൻ പോയി അടിക്കാൻ പറയും, നീ പേടിടാ, ഇനി പേടിടാ. നേതാക്കന്മാരനങ്ങൂല, കൊട്ടേഷൻ വിട്ടവിടന്മാർ ഇരിക്കത്തേ ഉള്ളൂ. പാവപ്പെട്ടവൻ ജയിലിൽ കിടക്കണം, പാവപ്പെട്ടവനെ തൂക്കുകയറ്, പാവപ്പെട്ടവനെ കൊല്ലുക. നേതാക്കന്മാരെല്ലാം അവിടെ ഇരുന്ന് ഓൺലൈനിലൂടെ കാര്യങ്ങൾ നടത്തും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ബദറിലെത്തിയവരാണ്. ഞാൻ മുന്നിൽ നിൽക്കും, ഫ്രണ്ടിൽ ഞാൻ പോകുന്നവരെ ഒരാൾ നിങ്ങൾ അങ്ങോട്ട് കയറി അതിക്രമിക്കാൻ പോകരുത്, ഞാനായിരിക്കും അവിടെ പോവുക. ഫദനൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങളൊക്കെ അടുത്ത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്കൊരു പ്രചോദനം കൊടുക്കാൻ ഒരു ഉപദേശം കൂടെ കൊടുത്തു. എല്ലാവരും പെട്ടെന്ന് നബി തങ്ങൾ എഴുന്നേറ്റിട്ട്, ഖുമൂ ഇലാ ജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ആവശ്യമുള്ളവരൊക്കെ എഴുന്നേക്കണേ. എന്താ ആഗ്രഹ ആവേശത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം വേണോ? ഖുമൂ, എഴുന്നേക്ക്. നേരെ പോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബാക്കൾക്ക് ആവേശമായി. അതിൽ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റ് വന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഉമൈർ ഇബ്നുൽ ഹുമാമിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത്ഭുതത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ബഹിം നിർത്ത്, ജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർള്, നബിയെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? ഖാല നഅം, അതെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, അതെ, അത് തന്നെ കിട്ടുമോ? അതന്നെ കിട്ടും.
ബഹിൻ ബഹിൻ, മതി മതി, എനിക്കത് മതി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചാണ്, മാ യഹ്മിലുക അലാ ഖൗലിക ബഹിൻ ബഹിൻ, എന്താ മതി മതി എന്ന് പറഞ്ഞത്? എന്താ കാരണം? എന്ത് എന്താ? അല്ല നബിയെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നബി അങ്ങ് പറഞ്ഞെങ്കിൽ വല്ലാഹി യാ റസൂലല്ലാഹ് അന്നകൂന അനഹുവ, എനിക്ക് ആ സ്വർഗം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അനർജു അന്നകൂന, ഞാൻ ആ സ്വർഗത്തിന്റെ അവകാശിയാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ സ്വർഗം 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 എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിച്ച് തറാവി നിസ്കരിച്ച് പോയ സ്വർഗം കിട്ടണം, അല്ലെങ്കിൽ അള്ളാഹെ പിടിച്ച് നമ്മൾ ഹരാസ് ചെയ്യും. ഇതാണ് നമ്മുടെ പണി. ഇവർ അള്ളാന്റെ മാർഗത്തിൽ ഫുൾ ടൈം നിൽക്കുന്നവരാണ്. ആ സഹാബി വന്നിട്ട് പറയാണ്, നബി സ്വർഗം ആകാശവും, അതേ ആകാശഭൂമികളുള്ള വിശാലമായ സ്വർഗം, അതെ അതാ തരാൻ പോകുന്നു. എന്താ? എനിക്ക് മതി. പെട്ടെന്ന് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് പോയിട്ട് അദ്ദേഹത്തിന്റെ സഞ്ചി എടുത്ത് അതിൽ കുറച്ച് തമറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സഞ്ചിയിൽ നിന്ന് കാരക്ക എടുത്ത് അദ്ദേഹം കഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു തയ്യാറെടുപ്പ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത് ഓർത്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം ചിന്തിച്ചു പോയി, അല്ലാഹ് ലഇൻ അന ഹയ്യൈതു ആകുല തമറാത്തി ഹാദിഹി ഇന്നഹാ ലഹയാതൻ തവീല, ഞാൻ ഈ തമർ മൊത്തവും തിന്നു തീർത്ത് കഴിഞ്ഞിട്ട് അള്ളാന്റെ മാർഗത്തിൽ പോകാൻ നിന്നാൽ അതിനിടയ്ക്കെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ഉദ്ദേശിച്ചത് കിട്ടൂല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ആ തമറെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, എനിക്ക് വല്ലാണ്ട് ആഗ്രഹമുണ്ട് ഈ സ്വർഗത്തിലെത്താൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹ, നീ ആ സ്വർഗത്തിന്റെ അവകാശിയെ പേടിക്കണ്ട. സുമ്മ ഖാതലഹും ഹത്താ ഖുതില, അവരുമായി യുദ്ധം ചെയ്തു, അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. അതാണ് ആഗ്രഹം ഇതാണ്. സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പണിയെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ദാലിക ഫളലുല്ലാഹ് യുതീഹി മൻ യശാ വല്ലാഹു ദുൽ ഫളിൽ അളീം. പെട്ടെന്ന് ഓട്, മത്സരിച്ച് ഓട്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ച് ഓടണേ, ഓട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെയും ആഖിറത്തെ വിശ്വസിക്കുന്നവർക്കും പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവർക്കും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനമാണ് ആ സ്വർഗം. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. അതിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണേ, വേഗത കൂട്ടണേ. മത്സരിക്കുന്നവerne മുസാബഖ, മത്സരിക്കുന്ന പറഞ്ഞാൽ അവനേക്കാൾ ഫസ്റ്റ് എനിക്ക് വരണം, അതാണല്ലോ ഈ മത്സരം. നമ്മൾ മത്സരിക്കും, സ്വർഗത്തിന് മത്സരിക്കും. അതിന് റജാ നമുക്ക് വേണം. ഒരാഗ്രഹം വേണം. പടച്ചവൻ എനിക്ക് സ്വർഗം കിട്ടണം. നമ്മൾ ഈ കിടന്ന കഷ്ടമാണ്. അല്ല യുക്തിവാദികളും മറ്റവരൊക്കെ പറയുന്ന പോലെ സ്വർഗം അതില്ല, അതൊക്കെ അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. ഇവനൊക്കെ നാളെ ആഖിറത്തിൽ വന്നിട്ട് കയ്യും കാലും കടിച്ചിട്ട് പറയുന്ന രംഗങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹം, നമ്മൾ വിശ്വാസമുള്ളവരാണ്, നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കണം, എനിക്കതുകൊണ്ട് ആഖിറം വിജയിക്കണം എന്നുള്ള റജാ അത് നമുക്ക് ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ ഇബാദത്തുകൾ പൂർത്തിയാവും. മൂന്നാമത് അൽ ഹുബ്. ഫഅലാമത്തുൽ ഹുബ്ബി അശ്ശൗഖു വൽ ഇനാബത്തു ഇലല്ലാഹ്. അള്ളാഹിലേക്ക് അടുക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. ഉണ്ടോ? ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹിലേക്ക് അടുക്ക്, വന്നതിന് ശേഷമല്ല. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യ്, മരണം ആസന്നമാകുന്ന സമയത്തല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ഒരുപാട് കൺസെഷൻ ഓഫർ തരുന്നുണ്ട്.
നമ്മൾ ഈ നല്ല ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തോളൂ. നിങ്ങൾ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങളെ സകല പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കാം. സ്നേഹമുള്ളവനാണ് ഞാൻ. നിങ്ങളോട് സ്നേഹമുണ്ട്, ആ അടിമകളോട്, ദാസന്മാരോട് എനിക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് ആ സ്നേഹം നിലനിർത്താൻ നിങ്ങൾ എന്നിലേക്ക് വാ. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. അള്ളാഹ് പാപം പൊറുക്കുന്നവനാണ്. നമ്മളിപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. പടച്ചവനെ പരിഹാരം ഉണ്ടോ? ഉണ്ട്. പേടിക്കണ്ട, ടെൻഷൻ വേണ്ട, നോ ടെൻഷൻ. അല്ലാഹുവിലേക്ക് വാ. വഅനീബു ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് വഹും ലാ യശ്ഉറൂൻ. അവൻ അറിയാതെ തന്നെ അവരിലേക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്ക്. വഅനീബു ഇലാ റബ്ബികും, പടച്ചവനിലേക്ക് അടുക്ക്. ഇനാബത്ത്, അശ്ശൗഖു വൽ ഇനാബത്തു ഇലല്ലാഹ്. കാരണം ഇത് വന്നു കഴിഞ്ഞാലോ, ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കൈയും കാലം പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിന് മുമ്പേ നിങ്ങൾ അള്ളാഹുലേക്ക് എടുക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് പറയുന്നത്. വഅനീബു ഇലാ റബ്ബിക്കും. അതിന് മാസം റമളാൻ വരുമ്പം റമളാൻ ആവട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. റമളാൻ ആയില്ലേ, ദിവസം തോറും നോക്കിക്കൊണ്ട് ഇനി എത്ര ദിവസം ഉണ്ട് ഇനി റമളാൻ. അപ്പോൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വരും, റമളാനിന് 40 ദിവസം ബാക്കി, റമളാനിന് 39 ദിവസം ബാക്കി, റമളാനിന് 38 ദിവസം ബാക്കി. ഇവന്മാർക്ക് വേറെ ജോലിയില്ല, ഇവരൊക്കെ ആരോ ചായ മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിയൊക്കെ ഇങ്ങനെ പറയാം, റമളാനിന് 30 ദിവസം 29 ദിവസം. റമളാനിനെ കുറിച്ച് ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ അവന് സ്വർഗം കിട്ടും. ഇവൻ്റെ കയ്യിലാണ് സ്വർഗത്തിൻ്റെ താക്കോൽ അല്ലാഹു ഏൽപ്പിച്ചത്. ഈ പറയുന്നവൻ നിസ്കരിക്കത്തില്ല, അവൻ നിസ്കരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൻ്റെ സംശയം. അവൻ്റെ കയ്യിൽ എന്തോ സ്വർഗത്തിൻ്റെ താക്കോൽ കൊടുത്തത് പോലെയാ. റമളാനിനെ കുറിച്ച് ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ 10 ഹൂർലിങ്ങളെ കെട്ടിച്ചു കൊടുക്കും. ഇവൻ്റെ മാമാടെ മോളാന്ന് തോന്നുന്നു അവിടെ കിടക്കും, ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ. ഇവനൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇവനെന്തോ അവിടെ പോയിട്ട് വന്നത് പോലെയാണ്. എന്തോ ഒരു വിവരമില്ലാത്തവന്മാർ. അള്ളാഹു റസൂലൊക്കെ പറഞ്ഞു കൊടുത്ത ഇബാദത്ത് ചെയ്യ് ആഗ്രഹത്തോടെ, ആവേശത്തോടെ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഇന്നഹും കാനൂ യുസാരിഊന. അവരിങ്ങനെ, ആ പ്രവാചകന്മാർ, സ്വഹാബാക്കള്, അവർ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ നന്മയുടെ വിഷയത്തിൽ അവരിങ്ങനെ ദുആ വയദുഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ, വകാനൂ ലനാ ഖാശിഈൻ. അവരിങ്ങനെ ദുആ ചെയ്ത് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവെന്ന് വിളിച്ച്, പടച്ചവനെ എനിക്ക് നീ ആ സ്വർഗം തരണം, ആഖിറം തരണം, നരകത്തെ തൊട്ട് രക്ഷിക്കണം എന്നുള്ള വിളിയായിരുന്നു അവരുടെ ജോലി അതായിരുന്നു. നമ്മളെവിടെ ചോദിക്കുന്നു? നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നത് അള്ളാഹയോട് വീഴ്ച എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ട സമയമാണിത്. അതാണ്. അല്ല റമളാൻ വരെ നോക്കിയിരിക്കലല്ല. അതുവരെ ജീവിച്ചിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉറപ്പുണ്ടോ? നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ വഹും ലാ യശ്ഉറൂൻ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറ്റൂല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ 3 കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അന്ന അസ്ല തഅതി സലാസത്തു അഷ്യ, അന്ന അസ്ല തഅതി സലാസത്തു അഷ്യ. അതിലൊന്ന് അൽ ഖൗഫ്. ഫഅലാമത്തുൽ ഖൗഫി, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇബാദത്തുകൾ. രണ്ടാമത് ആ റജാഇനോടൊരു താല്പര്യം, അൽ ഇജ്തിഹാദു ഫി ത്വാഅത്ത്, ഇബാദത്തുകളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കണം. 3 അൽ ഹുബ്, സ്നേഹം, അശ്ശൗഖ് വൽ ഇനാബത്തു ഇലല്ലാഹ്. അന്ന അസ്ലൽ മഅസിയത്തി സലാസത്തു അഷ്യാ. 3 കാര്യങ്ങളാണ് തെറ്റുകളുടെ ഉറവിടം. അതിലൊന്ന് അൽ കിബ്ർ, 2 വൽ ഹസദ്, 3 അൽ ഹിർസ്. ഈ 3 കാര്യം, ഇതാണ് പിശാചിനെ തന്നെ അള്ളാഹു ശപിക്കാൻ കാരണം, ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ കാരണം. ഇതൊക്കെ ഈ 3 കാര്യത്തിൽപ്പെടും. അത് നമുക്ക് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്ത് അള്ളാഹുമായി കൂടുതൽ അടുത്ത് അവൻ്റെ പൊരുത്തം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ് ICUവിൽ കഴിയുന്ന ഷിബു എന്ന സഹോദരന് ദുആ ചെയ്യാൻ. 21-ാം തീയതി മരണപ്പെട്ട റഹിയാനത്ത് എന്ന
മാതാവിനോട് ദുആ ചെയ്യാൻ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ സഹോദരൻ്റെ ആ ഒരു വിഷമം പ്രയാസം അള്ളാഹു മാറ്റിക്കൊടുത്ത് ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാ ഇടത്തല ആലുവായിൽ വെച്ച് ജനുവരി 25, 26 ശനി ഞായർ ദിവസങ്ങളിൽ ദീനിൻ്റെ സമ്മേളനം നടക്കുന്നു. കഴിവുള്ളവർ എല്ലാവരും ഇൻഷാ അള്ളാ അതിൽ പങ്കെടുക്കുക. വരുന്ന 25, 26 തീയതികളിലാണ്, നാളെയും മറ്റന്നാളും ആണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ എല്ലാവരും അതിനകത്ത് കഴിവുള്ളവർ, ദീനിൻ്റെ സമ്മേളനമാണ്, പങ്കെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കാൻ. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത്, കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ഒരു സുഹൃത്ത് താജ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ മകൾ 24 വയസ്സ്, കിഡ്നി ക്യാൻസർ പിടിപെട്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. പെട്ടെന്നാണ്. ആലിമീങ്ങളെയൊക്കെ സഹായിക്കുകയും ആലിമീങ്ങളൊക്കെ അവിടെ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഖിദ്മത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, മക്കളൊന്നും ആയില്ല. അതിനു മുമ്പ് രോഗം പിടിപെടുകയും ഭാരിച്ച ചെലവ് വേണ്ടി വരികയും അതൊക്കെ ചികിത്സ നടത്തിയിട്ടും ശരിയാകാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് പോയി. അള്ളാഹു പൂർണ്ണമായി മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം ബദലായി അള്ളാഹു കൊടുത്ത ഖബറിൽ സന്തോഷത്തോടെ ഉറങ്ങാനുള്ള ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു പരിപൂർണമായ നിലയിലുള്ള സാന്ത്വനം, സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി പറയാനുള്ളത്, നമ്മുടെ ജമാഅത്ത് അംഗമായ 21 വയസ്സുള്ള മുബീന എന്ന ഒരു സഹോദരി കിഡ്നി മാറ്റിവെക്കുന്നതിനായി സഹായം തേടുകയാണ്. കിഡ്നി നൽകുവാൻ മാതാവ് തയ്യാറാണ്. എന്നാൽ ചികിത്സയ്ക്കായി 20 ലക്ഷം രൂപ ചെലവുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എത്തിച്ചു കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു മാസത്തിന് മുമ്പ് ഇതുപോലെ ഒരു സഹോദരൻ പെട്ടെന്ന് 40 വയസ്സ് മരണപ്പെട്ടു. കടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 21 ലക്ഷം അൽഹംദുലില്ലാ ഇതേപോലെ നമ്മൾ പറഞ്ഞു, എല്ലാവരും സഹായിച്ചു. അള്ളാഹിൻ്റെ ഫضل കൊണ്ട് ആ കടം തീർന്നു കിട്ടിയെന്ന് ഞാൻ ഇന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞു. അൽഹംദുലില്ലാ അവർക്കെല്ലാം നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്, പൂന്തറയിൽ അവിടെയാണ് താമസിക്കുന്നത്. 10 ലക്ഷത്തോളം രൂപ സമാഹരിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 ലക്ഷം ചെല്ലുവാനും രൂപ വേണ്ടി വരും. കാര്യമായ നിലയിൽ അൽഹംദുലില്ലാ നിങ്ങളുടെയൊക്കെ സഹായമാണ്. നമ്മളിന്ന് പ്രസംഗിച്ചതും അതാണല്ലോ, വസ്സദഖത്തു സത്റു മാ ബൈനഹു വ ബൈനന്നാർ. നരകത്തിൽ നിന്നും അവനിൽ നിന്നും അള്ളാഹു തടയിടാനൊരു വഴിയാണ് ഈ സദഖ എന്ന് പറഞ്ഞത്. ഇതുപോലുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മൾ ചിലവാക്കുക. അൽഹംദുലില്ലാ നമ്മുടെ ഈ ജമാഅത്തിൽ ധാരാളം ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ മാന്യമായി 80% ഇത് വിജയം കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സദഖകളൊന്നും നഷ്ടപ്പെടില്ല, അതൊക്കെ അള്ളാഹു അതിൻ്റെ കൂലി തരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുട്ടി 21 വയസ്സുള്ള കുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്, നമുക്കറിയാമല്ലോ എന്തെല്ലാം ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്. സ്വന്തം ഉമ്മയാണ് ആ പകുത്ത് നൽകുന്നത്, അവരുടെ ഒരു ഭാഗമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹു തആല അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുബീന സഹായ സമിതി എന്ന പേരിൽ അവിടെ അതിൻ്റെയൊക്കെ വാട്സാപ്പും അതിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം. കാര്യമായ നിലയിൽ ഇൻഷാ അള്ളാഹ് എല്ലാവരും ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് വീഡിയോയിൽ വന്നാൽ എല്ലാവരും അള്ളാഹ്ക്ക് വേണ്ടി, നല്ല മാസമാണ് ഈ നല്ല രാവിലെ നല്ല മാസത്തിൽ നല്ല നീയത്തോടു കൂടി പടച്ചവനെ ഇതുപോലുള്ള രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നീ വരുത്തരുത് എന്നുള്ള നല്ല നീയത്തോട് സഹായിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുതരുന്ന നമ്മുടെ നസീർ